ഇനി ഡോക്ടർ റോയ് പി തോമസിൻ്റെ ഹെൽത്ത് ടിപ്സ്. സ്ത്രീകളുടെ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സർവൈക്സ് ഓഫ് ദ യൂട്രസ്. ഈ ഭാഗത്തെ ബാധിക്കുന്ന സർവൈക്കൽ ക്യാൻസർ സ്ത്രീകളെ ബാധിക്കുന്ന അർബുദ രോഗങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നു. സർവൈക്കൽ ക്യാൻസർ എല്ലാ വർഷവും സ്ത്രീകൾ എടുത്തിരിക്കേണ്ട പാപ്പ് സ്മിയർ ടെസ്റ്റിലൂടെ വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ ഇന്ന് സാധിക്കും. നേരത്തെ കണ്ടുപിടിക്കുന്ന എല്ലാ സർവൈക്കൽ ക്യാൻസറുകളും തന്നെ പരിപൂർണമായി ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനും കഴിയും. അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത ഗ്രീക്ക് വംശജനായ ഡോക്ടർ ജോർജ് പാപ്പനിക്കോളോ എന്ന ഭിഷഗ്വരനാണ് പാപ്പ് സ്മിയർ കണ്ടുപിടിച്ചതും അതിൻ്റെ പ്രയോജനം ആദ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്തതും. അമേരിക്കയിൽ ഇന്ന് മിക്ക സ്ത്രീകളും എല്ലാ വർഷവും പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നതിനാൽ കഴിഞ്ഞ 40 വർഷങ്ങൾക്കിടയിൽ സർവൈക്കൽ ക്യാൻസർ മൂലമുള്ള മരണം 90% കുറയ്ക്കുവാൻ സാധിച്ചു. ലോകമെമ്പാടും ലക്ഷോപലക്ഷം സ്ത്രീകളാണ് ഡോക്ടർ ജോർജ് പാപ്പനിക്കോളോയുടെ കണ്ടുപിടുത്തം മൂലം മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തലമുറയിൽ മെഡിസിന് നോബൽ പ്രൈസ് ആർക്കെങ്കിലും ലഭിക്കണമായിരുന്നെങ്കിൽ അവരുടെ മുൻപന്തിയിൽ ഡോക്ടർ പാപ്പനിക്കോളോ ഉണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ 1962 മരിച്ച അദ്ദേഹത്തെ നോബൽ സമ്മാനം തേടിയെത്തിയില്ല. ഇത് ഡോക്ടർ പാപ്പനിക്കോളോയുടെ കുറവല്ല, നോബൽ പ്രൈസിൻ്റെ ഒരു അപഭ്രംശമായി മാത്രമേ ഭാവി ചരിത്രകാരന്മാർ കാണുകയുള്ളൂ. ഗാന്ധിജിക്ക് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് നൽകാതിരുന്നത് മൂലം ഗാന്ധിജിക്കല്ലല്ലോ, നോബൽ പ്രൈസിനല്ലേ മാന്യത കുറഞ്ഞത്. ഇന്ന് സർവൈക്കൽ ക്യാൻസർ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണെന്ന് നമുക്കറിയാം. 40-ലധികം ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ ഉണ്ടെങ്കിലും സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 2 സ്ട്രെയിൻ വൈറസുകൾക്കെതിരായിട്ടുള്ള വാക്സിൻ ലഭ്യമാണ്. ഈ വാക്സിൻ നൽകിയാൽ 70% സർവൈക്കൽ ക്യാൻസറുകളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്ത് ഗാർഡാസിൽ എന്ന പേരിൽ മെർക്ക് കമ്പനിയാണ് അമേരിക്കയിൽ ആദ്യമായി ഈ വാക്സിൻ നിർമ്മിച്ചിറക്കിയത്. ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ഉപദേശമനുസരിച്ച് 9-നും 26-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഈ വാക്സിൻ നൽകേണ്ടത്. സെൻട്രൽ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നത് 11-ാമത്തെ വയസ്സിൽ എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ നൽകിയിരിക്കണമെന്നാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്നതായാൽ പെൺകുട്ടികൾ ലൈംഗിക ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാക്സിൻ എടുത്തിരിക്കണം. ഒരിക്കൽ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് വാക്സിൻ എടുത്തതുകൊണ്ട് പ്രയോജനമില്ല. അമേരിക്കയിൽ ഇന്ന് 26 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ 75% ആളുകൾക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളവർക്കെല്ലാം സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകണമെന്നില്ല. വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ക്യാൻസർ ഉണ്ടാകത്തുള്ളൂ. വളരെ ചെറുപ്പത്തിലെ ലൈംഗിക വീഴ്ച ആരംഭിക്കുന്നവരിലും മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്ണർ ഉള്ളവരിലുമാണ് സർവൈക്കൽ ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നത്. ലൈംഗിക വീഴ്ചയിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു രോഗത്തിനെതിരായി വളരെ ചെറിയ പെൺകുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിൻ്റെ ധാർമ്മികതയെ പല മതസംഘടനകളും ചോദ്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും വൈദ്യലോകം പൊതുവെ ഈ വാക്സിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 3700 പേര് മാത്രമേ അമേരിക്കയിൽ സർവൈക്കൽ ക്യാൻസർ മൂലം മരിച്ചിട്ടുള്ളൂ. എന്നാൽ പല അവികസിത രാജ്യങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ സ്ത്രീകളെ ബാധിക്കുന്ന 2ാമത്തെ പ്രധാന ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ. ഈ ഗാർഡാസിൽ വാക്സിൻ 6 മാസം ഇടവിട്ട് 3 ഡോസായി കുത്തിവയ്ക്കണം. ചിലവ് $360 വരും, ഏകദേശം 16,000 രൂപ. അവികസിത രാജ്യങ്ങളിലും സാമ്പത്തികമായി താണ നിലവാരമുള്ളവരിലുമാണ് ഈ രോഗം കൂടുതലായി കാണുന്നതെന്നതിനാൽ അവർക്കാണ് വാസ്തവത്തിൽ ഈ വാക്സിൻ കൂടുതൽ ആവശ്യം. എന്നാൽ
ഈ വിലയ്ക്ക് അടുത്ത കാലത്തെങ്ങും ഈ വാക്സിൻ ആവശ്യമുള്ളവർക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ബാങ്ക് ലോൺ ലഭിക്കുന്നത് പോലെ ആകാം ഇതും. കൈവശം പൈസ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ തരുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർമാർ പുറകെ നടക്കും. എന്നാൽ കൈവശം പൈസ ഇല്ല എങ്കിൽ ഏതെല്ലാം ബാങ്കിൽ കയറി ഇറങ്ങിയാലും ബാങ്ക് ലോൺ മാനേജർമാർ തിരിച്ചു നോക്കിയെന്ന് വരികയില്ല. ഹൂ സെഡ് ലൈഫ് ഈസ് ഫെയർ? ജീവിതം നീതിയുക്തമാണെന്ന് ആര് പറഞ്ഞു? ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.